പ്രിയ സുഹൃത്തുക്കളെ, ഞാനിന്നൊരു ചെറിയ വീഡിയോ ആയിട്ടാണ് നിങ്ങൾ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കടഭാരത്തെ എങ്ങനെ നമുക്ക് കുറച്ചു കൊണ്ടുവരാമെന്നുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളെ മുന്നിലേക്ക് വെക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. കടഭാരങ്ങൾ കുറച്ചു കൊണ്ടുവരാനുള്ള കുറച്ച് വഴികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കടഭാരത്തെ നമ്മൾ എപ്പോഴും നമ്മൾ മറ്റുള്ളവരിടത്തും നമ്മൾ മനസ്സിലും എപ്പോഴും കടഭാരം എന്നുള്ള ഒരു വാക്ക് ഉച്ചരിക്കാതിരിക്കുക. അത് ഉച്ചരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ വീണ്ടും ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ആകർഷിച്ചുകൊണ്ടിരിക്കും തോറും നമുക്ക് കടങ്ങൾ പെരുകി വരുത്തതേ ഉള്ളൂ. അതുകൊണ്ട് അത് നിർത്തുക ആദ്യമായി. പിന്നീട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ആരെടുത്ത് പരാതി പറയും? പരാതി പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തോടാണ് പരാതി പറയേണ്ടത്. നമ്മളൊരു റൂമിൽ കയറി ഒറ്റയ്ക്ക് ഇരുന്നും കൊണ്ട് നമ്മളൊരു പേനയും പേപ്പറും എടുത്ത് തീർച്ചയായിട്ടും ദൈവത്തിനോട് എഴുതി നമ്മളെ പരാതികൾ അറിയിക്കുക. എന്നിട്ട് ഈ പേപ്പർ നമ്മൾ ചുരുട്ടി ഒന്നീ കത്തിച്ച് കളയുക, അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒഴുക്കുവെള്ളത്തിലോ ഏതെങ്കിലും കാര്യമായിട്ടോ നശിപ്പിച്ച് കളയുക. ഇത് ചെയ്യുമ്പോഴത്തേക്കും നമ്മളെ മനസ്സിന് നല്ലൊരു റിലീഫ് കിട്ടും. നമ്മളെ കാര്യങ്ങൾ കുറേയൊക്കെ മാറ്റങ്ങൾ വരും. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു 10 മിനിറ്റ്, നിങ്ങൾക്ക് ഏത് സമയമാണ് അനുയോജ്യമെന്ന് തോന്നുന്ന ആ ഒരു സമയത്ത് നിങ്ങളൊരു 10 മിനിറ്റ്, എന്റെ അഭിപ്രായത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി സമയങ്ങളിലാണ് ഏറ്റവും കൂടുതൽ നല്ല കാര്യം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മറ്റ് വെളിയിൽ നിന്നുള്ള ശബ്ദങ്ങളും കാര്യങ്ങളും അതൊന്നും നമുക്ക് അനുഭവപ്പെടത്തില്ല. ഏകാഗ്രമായിട്ട് തന്നെയാണ് ഇത് പ്രാർത്ഥിക്കേണ്ടത്. അതല്ലാതെ നമ്മൾ ശബ്ദബഹളങ്ങളിൽ നമ്മൾ പ്രാർത്ഥിച്ചാൽ നമുക്ക് ഒരിക്കലും ഏകാഗ്രത കിട്ടത്തില്ല. അതുകൊണ്ട് 10 മിനിറ്റ് നമ്മൾ ഏകാഗ്രതമായിട്ടിരുന്ന് നമ്മൾ പ്രാർത്ഥിക്കാൻ ഒന്നും അറിയത്തില്ലെന്നുണ്ടെങ്കിൽ നമ്മളെ ശ്വാസത്തെ എടുക്കുക, വിടുക. ഇത് എത്ര മിനിറ്റ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അത്രയും മിനിറ്റ് നിങ്ങളെ കഴിവുകൊണ്ട് നിങ്ങൾ ചെയ്തെടുക്കുക. പിന്നീടെന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഓരോ അവസരങ്ങളും നമ്മൾ പരമാവധി പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോവുക. അല്ലാതെ നമ്മൾ വീണ്ടും ഒരാളെ കടം മേടിച്ചു, അടുത്ത ഒരാളെ കടം മേടിച്ച് വീണ്ടും അയാളെ നിർത്താൻ നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് കടങ്ങൾ കൂടി വരുത്തതേ ഉള്ളൂ. അതുകൊണ്ട് ആ പ്രവണതകളിലെല്ലാം നമ്മൾ ഒഴിവാക്കുക. പിന്നെ നമ്മളെ വിദ്യാഭ്യാസത്തിനനുസരിച്ചുള്ള ജോലി നമുക്ക് കിട്ടിയില്ലെങ്കിലും നമുക്ക് പറ്റുന്ന ജോലിക്ക് നമ്മൾ പോയി അത് കുറെയൊക്കെ നമ്മൾ മേക്കപ്പ് ചെയ്തെടുക്കുക. നമ്മൾ അവസരങ്ങൾ താനെ തുറന്നു വരും. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അവസരങ്ങൾ താനെ നമുക്ക് ഓരോരോ നല്ല കാര്യങ്ങൾ പ്രപഞ്ചം നമ്മളെ മുന്നിലേക്ക് എത്തിച്ചു തരും. ഇത്രയൊക്കെയാണ് എൻ്റെ അറിവ് വെച്ച് എനിക്ക് പറഞ്ഞു തരാനുള്ളത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ചുരുക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം. ബൈ.